എന്താ കുട്ടി നിന്റെ മോൻ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കരുത്. അതിന് മുന്നേ തന്നെ ഞാൻ പറയാം, കടയിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല കാറ്റായിരുന്നു, പറന്നു പോണ കാറ്റ്. അത് എൻ്റെ മൂത്രടിച്ചിട്ടുള്ള ഭാവമാണ് കേട്ടത്. എന്തായാലും കാറ്റുകൊണ്ടാണെന്ന് തോന്നുന്നു നാട്ടിലും കടയിൽ നിന്ന് ഒരാളെ കാണാൻ. എന്തായാലും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ നടന്നിട്ടല്ല, പറന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ റോഡിൽ നിന്നൊക്കെ സൈഡൊക്കെ മാറി നിന്നിട്ടുണ്ടായിരുന്നു. വല്ല വണ്ടിയുടെ അടിയിലും പോയി പെടണമെന്ന് വിചാരിച്ചിട്ട് ഇതേ കണ്ടു ബിന്നെല്ലാം താഴെ കിടക്കുക. വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ബിന്നും താഴെ കിടപ്പുണ്ടായിരുന്നു. അതും റോഡിൻ്റെ നടുവിൽ. ഒരു നാട് മുഴുവൻ ബ്ലോക്ക് ആവാൻ ബിന്ന് മതിയെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും ബിന്ന് താഴെ പോയി റോഡിൽ നടക്കണം കിടക്കുന്നതെന്നുള്ള കാര്യം നാട്ടുകാർ ഞങ്ങളെ അറിയിച്ചത് ഹോൺ അടിച്ചിട്ടാണ് കേട്ടോ. വീഡിയോയിൽ ഒരു തവണ ബിന്നെ എടുത്ത് വെക്കുന്നുണ്ടെങ്കിലും പലതവണയായിട്ട് ഞാൻ ഇതിന് വേണ്ടി പുറത്തിറങ്ങേണ്ടി വന്നതുകൊണ്ട് അവസാനം ബിന്നിനെ ഞാൻ കെട്ടിയിട്ടു. ഇനി ആനെങ്കിൽ പോരുതെന്നും പറഞ്ഞു. കറിക്കരിയാൻ മടിയായതുകൊണ്ട് ഞാൻ ഈ ടിക്ക മസാല മേടിച്ചുകൊണ്ട് വന്നു. എങ്ങനെ ഇത് ഉണ്ടാക്കുന്ന കാര്യമായിട്ട് വായിക്കുന്നത് നിങ്ങൾ കണ്ടെങ്കിലും ഈ വായന മാത്രമേ ഉള്ളൂ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ സാധനം ഉണ്ടാക്കാറുള്ളൂ. പനീറാണ് നമ്മൾ ഈ മസാലയ്ക്കകത്ത് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മസാല എല്ലാം പരട്ടി നമ്മളൊരു പാത്രത്തിലിട്ട് ഇതുപോലെ ഇങ്ങനെ കുലുക്കി കൊടുത്തു. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ മസാല പിടിക്കും കേട്ടോ. നേരെ അതെടുത്തിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുരിഞ്ഞ് വന്നപ്പോൾ അഡ്വഞ്ചറസ് ആയി ഞാൻ ഈ കൈ കൊണ്ട് ഇതിനൊക്കെ മറിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിപ്പപ്പരടി നിർത്തി. അങ്ങനെ അതെടുത്ത് മാറ്റി എണ്ണയിൽ നമ്മളിത് നമ്മുടെ ടിക്ക മസാല അങ്ങ് ഇട്ടിട്ട് നല്ലപോലെ ചൂടാക്കി തിളപ്പിച്ചു. തിള അങ്ങോട്ട് വന്നപ്പോഴും നമ്മൾ അതിനകത്തോട്ട് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ അത് എൻ്റെ വക ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മുടെ പനീറും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ച് അങ്ങ് മാറ്റി വെച്ചു. നല്ല ചൂടുള്ള ദോശക്കല്ലിൽ നല്ലപോലെ നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ദോശമാവ് അങ്ങനെ ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് പരത്തിയെടുത്തു. മുകളിലും കുറച്ച് നെയ്യും കൂടെ തൂവി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഉള്ളി ഇതിനകത്ത് ഇടാറുണ്ട്. രാവിലെ ഈ ദോശയുടെ നെയ്യുടെയൊക്കെ മണം കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. അതിൻ്റെ കൂടെ നല്ല താളിച്ച് തേങ്ങാ ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ പൊള്ളി സാധനമാണ്. പക്ഷെ എന്തായാലും ഇന്ന് നമ്മൾ നമ്മുടെ പനീർ ടിക്ക മസാല ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെ കൂടെ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല മുരിഞ്ഞ നെയ്യ് ദോശയിൽ ക്രീമി ആയിട്ടുള്ള ഈ പനീർ ടിക്ക മസാല ഇട്ടിട്ട് ഞാനെന്താ കഴിക്കട്ടെ കേട്ടോ. ശരി എന്നാ ബാ.